വിൻഡോസ് 10 യൂസർ അക്കൗണ്ട്. നമ്മൾ ആദ്യം തന്നെ 2 ക്ലാസ്സിൽ യൂസർ അക്കൗണ്ടിനെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ അതിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബിറ്റ്നെറ്റ്സ് അഡ്മിനിസ്ട്രേറ്റർ പവറിൽ കമ്പ്യൂട്ടറിൽ ലാഗിൻ ആവുന്നുണ്ട്. കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൽ ഒരു അക്കൗണ്ടിനെ ഡിസേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഒരു യൂസറിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീനെ സെലക്ട് ചെയ്താൽ ഇവിടെ ആ യൂസറുടെ അക്കൗണ്ടിനെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. എങ്ങനത്തെ ചുറ്റുപാടിൽ നമ്മൾ അക്കൗണ്ടിനെ ഡിസേബിൾ ചെയ്യുക എന്നുള്ള കാര്യം നോക്കുക. ഈ പാണ്ഡി എന്നുള്ള യൂസർ 1 മാസം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യില്ല എന്നുള്ള ഒരു ചുറ്റുപാട് വന്നിട്ടുണ്ടെങ്കിൽ ഈ യൂസറുടെ യൂസർ നെയിമും പാസ്വേഡും എന്താണ് എന്നുള്ള കാര്യത്തിന് മറ്റുള്ള യൂസേഴ്സ് ടൈപ്പ് ചെയ്ത് നോക്കും. എന്ന് വെച്ചാൽ ഈ യൂസറുടെ അക്കൗണ്ടിൻ്റെ അകത്ത് ലാഗിൻ ആവാൻ വല്ല മാർഗമുണ്ടോ എന്ന് മറ്റുള്ള യൂസേഴ്സ് ചെക്ക് ചെയ്യും. കാരണം ഈ യൂസർ 1 മന്ത് കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഈ യൂസർ എന്ത് പാസ്വേഡാണ് യൂസ് ചെയ്യണത് എന്നുള്ള കാര്യത്തിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള യൂസേഴ്സ് ആ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് കുറേ പ്രാവശ്യം ട്രൈ ചെയ്യും. ഇതുപോലെ 1 മന്ത് ഈ യൂസർ കമ്പ്യൂട്ടറിൽ ലാഗിൻ ആവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂസറുടെ അക്കൗണ്ടിനെ ഡിസേബിൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. നിങ്ങൾ ഇവിടെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാണ്ഡി എന്നുള്ള യൂസറിൽ ഇനി ആർക്കും തന്നെ ലാഗിൻ ആവാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്താൽ പോലും അകത്ത് ലാഗിൻ ആവാൻ പറ്റില്ല. ഈ യൂസർ 1 മന്ത് കഴിഞ്ഞിട്ട് എപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരിക്കൽ കൂടി ലാഗിൻ ആവുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിനെ എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അക്കൗണ്ടിനെ എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിക്കിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് എനേബിൾ ആവും. ഈ യൂസർ ഏതൊക്കെ ഗ്രൂപ്പിലാണ് മെമ്പറായിട്ടുള്ളത്, ഈ യൂസറിന് എന്തൊക്കെ പവറാണുള്ളത് എന്നുള്ള കാര്യത്തിന് മെമ്പർ ഓഫിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ യൂസർ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ പവറിലാണുള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടാബുണ്ട്. നമ്മൾ ആദ്യം തന്നെ റോമിംഗ് പ്രൊഫൈൽ പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നോക്കിയിട്ടുണ്ട്. റോമിംഗ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ യൂസറുടെ പ്രൊഫൈലിന് നമ്മൾ സെർവറിൽ സേവ് ചെയ്യും. അതുപോലെ സെർവറിൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഷെയർഡ് ഫോൾഡറിലാണ് യൂസറുടെ പ്രൊഫൈലിനെ സേവ് ചെയ്യുക. ഇവിടെ ഈ യൂസറുടെ പ്രൊഫൈൽ സെർവർ 1 യൂസർ എന്നുള്ള ഫോൾഡറുടെ അകത്ത് പാണ്ഡി എന്നുള്ള ഫോൾഡറുടെ അകത്താണുള്ളത് എന്ന് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യും. ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂസർ ലാഗിൻ ആവുകയാണെങ്കിൽ സെർവറിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് ഈ പ്രൊഫൈലിനെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യുക. ഇതൊന്നും ഇപ്പോൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ നമുക്ക് ഓക്കെ തന്നെ ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇവിടെ ഓരോ ഓപ്ഷനും ഓപ്പൺ ചെയ്ത് നോക്കി വായിച്ചാൽ തന്നെ അത് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ തന്നെ ഈ യൂസർ പാസ്വേഡിനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പാസ്വേഡ് എക്സ്പയർ ആവില്ല എന്നും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്യാൻസൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ വിൻഡോവിനെ ക്ലോസ് ചെയ്യുക. ഒരു യൂസർ കമ്പ്യൂട്ടറിൽ ലാഗിൻ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ യൂസർക്ക് ആ യൂസറുടെ പാസ്വേഡിനെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്വേഡ് മറ്റുള്ള ആർക്കെങ്കിലും അറിഞ്ഞു കഴിഞ്ഞോ എന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്വേഡിനെ ചേഞ്ച് ചെയ്യും. അതുപോലെ പാസ്വേഡിനെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെറ്റിങ്ങിൽ ചെന്നിട്ട് ഇവിടെ വിൻഡോസ് സെറ്റിങ്ങിൽ അക്കൗണ്ട്സിനെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സൈൻ ഇൻ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ പാസ്വേഡിൽ നോക്കിയാൽ ചേഞ്ച് യുവർ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ഇപ്പോൾ എന്താണ് പാസ്വേഡ് യൂസ് ചെയ്യണത് എന്നുള്ള കാര്യം ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ പാസ്വേഡിന് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ 2 പ്രാവശ്യം പാസ്വേഡിനെ എൻ്റർ ചെയ്തിട്ട് പാസ്വേഡ് ഹിൻറ്റിന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ യൂസ് ചെയ്ത പാസ്വേഡ് ചേഞ്ച് ആയി കളയും. കൺട്രോൾ പാനലിനെ ഓപ്പൺ ചെയ്തിട്ട് യൂസർ അക്കൗണ്ടിനെ സെലക്ട് ചെയ്യുക. കൺട്രോൾ പാനലിൽ നമ്മളുടെ അക്കൗണ്ടിനെ സെലക്ട് ചെയ്താൽ ചേഞ്ച് യുവർ അക്കൗണ്ട് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നെയിമിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് നമ്മളിപ്പോൾ ബിറ്റ്നെറ്റ്സ് എന്നുള്ള അക്കൗണ്ട് നെയിമാണ് യൂസ് ചെയ്യണത്, അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഒരു ചെറിയ പ്രശ്നം വരും. ഈ അക്കൗണ്ട് നെയിമിനെ ചേഞ്ച് ചെയ്താൽ എന്താണ് പ്രശ്നം വരിക എന്നുള്ള കാര്യം നോക്കുക. ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലൊക്കെ സി ഡ്രൈവിൽ യൂസേഴ്സ് എന്നുള്ള ഫോൾഡറിൽ ബിറ്റ്നെറ്റ്സ് എന്നുള്ള ഫോൾഡറിനകത്താണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഫൈൽ ഇവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നെയിമിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിളിന് നിങ്ങളുടെ അക്കൗണ്ട് നെയിമിനെ പാണ്ഡി 10 എന്ന് ചേഞ്ച് ചെയ്താൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ലാഗിൻ ആവുമ്പോൾ ലാഗിൻ സ്ക്രീനിൽ നിങ്ങൾക്ക് പാണ്ഡി 10 എന്ന് കാണിക്കും. പക്ഷേ നിങ്ങൾ സി ഡ്രൈവിനെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അകത്ത് നിങ്ങൾക്ക് ബിറ്റ്നെറ്റ്സ് എന്നുള്ള നെയിമിലാണ് ഫോൾഡർ ഉണ്ടാവുക. അതുകൊണ്ട് നോർമലായിട്ട് അക്കൗണ്ട് നെയിമിനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. തീർച്ചയായും ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം അക്കൗണ്ട് നെയിമിനെ ചേഞ്ച് ചെയ്താൽ മതി. നിങ്ങളുടെ അക്കൗണ്ട് നെയിമിനെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്
പുതിയ അക്കൗണ്ട് നെയിം എന്താണ് എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പാസ്വേഡിനെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് Ctrl+Alt+Delete കീനെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഓപ്പൺ ആവും. ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ഓൾഡ് പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ പുതിയതായിട്ട് എന്ത് പാസ്വേഡ് സെറ്റ് ചെയ്യണം എന്ന് കരുതുന്നുവോ അതിനെ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ സെറ്റിങ്ങിൽ പാസ്വേഡിനെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് ലോഗിൻ ആവാൻ പിൻ നമ്പറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പാസ്വേഡിന് പകരം പിൻ നമ്പറിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആഡിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ബിറ്റ്നെറ്റ്സ് യൂസറുടെ ഒറിജിനൽ പാസ്വേഡിനെ ടൈപ്പ് ചെയ്യണം. ഈ ബിറ്റ്നെറ്റ്സ് യൂസറുടെ പാസ്വേഡിന് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് താഴെ ഓക്കേന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്ക്രീനിൽ നമുക്ക് പുതിയ പിൻ നമ്പറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ടാബ്ലറ്റ് PC ടച്ച് സ്ക്രീൻ മോണിറ്ററൊക്കെ യൂസ് ചെയ്താൽ പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ആവുന്നത് നിങ്ങൾക്ക് കുറച്ച് കഷ്ടമുണ്ടാവും. അങ്ങനത്തെ ചുറ്റുപാടിൽ നിങ്ങൾ പിൻ നമ്പറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പിൻ നമ്പറിനെ യൂസ് ചെയ്യാൻ പറ്റും. പിൻ നമ്പറിനെ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ മിനിമം 4 ക്യാരക്ടർ പിൻ നമ്പർ ടൈപ്പ് ചെയ്യണം. മാക്സിമം എത്ര നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് പിൻ നമ്പറിൽ ലെറ്ററും സിമ്പിളും യൂസ് ചെയ്യാൻ പറ്റും. പിന്നിൽ നമ്പർ മാത്രം ടൈപ്പ് ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. താഴെയുള്ള ഈ ടിക്കിന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്ററും സിമ്പിളും പിൻ നമ്പറിൽ യൂസ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ടായിട്ട് നിങ്ങൾ നമ്പറാണ് ടൈപ്പ് ചെയ്യുക. ഈ ടിക്കിന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റർ സിമ്പിളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ടിക്കിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയ പിൻ നമ്പറിനെ ടൈപ്പ് ചെയ്യാം. താഴെ ഓക്കേനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പിൻ നമ്പർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് പിൻ നമ്പർ ആവശ്യമില്ല എന്ന് കരുതിയാൽ ഈ പിൻ നമ്പറിന് നമുക്ക് താഴെ റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ പിൻ നമ്പറിനെ ചേഞ്ച് ചെയ്യണം എന്ന് കരുതിയാൽ ഈ ചേഞ്ചിനെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾഡ് പിൻ നമ്പറിന് മുകളിൽ ടൈപ്പ് ചെയ്തിട്ട് താഴെ ന്യൂ പിൻ നമ്പറിനെ ടൈപ്പ് ചെയ്തിട്ട് പിൻ നമ്പറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എപ്പോഴെങ്കിലും നിങ്ങൾ പിൻ നമ്പറിനെ മറന്നു കഴിഞ്ഞാൽ ഇവിടെ ഐ ഫർഗെറ്റ് മൈ പിൻ എന്നുള്ളതിനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യമേ പാസ്വേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട് ആദ്യമേ യൂസ് ചെയ്ത പിൻ നമ്പറിന് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഓൾഡ് പിൻ നമ്പർ ചോദിക്കില്ല. കാരണം നമ്മൾ ഓൾഡ് പിൻ നമ്പർ മറന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് പിൻ നമ്പറിനെ റീസെറ്റ് ചെയ്യണത്. ഇവിടെ നമുക്ക് പുതിയ പിൻ നമ്പറിനെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് പിക്ചർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ടച്ച് സ്ക്രീന് ടാബ്ലറ്റ് PC ഒക്കെ യൂസ് ചെയ്താൽ ഈ പിക്ചർ പാസ്വേഡിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് അകത്ത് ലോഗിൻ ആവാൻ പറ്റും. പിക്ചർ പാസ്വേഡ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ ആഡിനെ സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ബിറ്റ്നെറ്റ്സ് യൂസറുടെ ഒറിജിനൽ പാസ്വേഡിനെ ടൈപ്പ് ചെയ്യണം. ഒറിജിനൽ പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട് താഴെ ഓക്കേനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏത് പിക്ചറിലാണ് നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഹെൽപ്പ് ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിക്ചറിൽ ഒരു സർക്കിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലൈനിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിക്ചറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പറ്റും, അതായത് ടാപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു പിക്ചറിനെ സെലക്ട് ചെയ്തിട്ട് അതിൽ പാസ്വേഡിനെ സെറ്റ് ചെയ്യുക. അതിന് ചൂസ് പിക്ചറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിലുള്ള ഒരു ഡിഫോൾട്ട് പിക്ചറിന് നമുക്കിപ്പോൾ യൂസ് ചെയ്യുക. C ഡ്രൈവിൽ വിൻഡോസ് ഫോൾഡറുടെ അകത്ത് നമുക്ക് വെബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡറുടെ അകത്ത് കമ്പ്യൂട്ടറിൽ ഡിഫോൾട്ട് പിക്ചറൊക്കെ ഉണ്ടാവും. വെബ് ഫോൾഡറിനെ ഓപ്പൺ ചെയ്തിട്ട് വാൾപേപ്പറിനെ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് വിൻഡോസ് 10ൽ ഡിഫോൾട്ട് പിക്ചർ ഒരു 4 പിക്ചറുണ്ട്. ഇതിൽ ഒരു പിക്ചറിനെ സെലക്ട് ചെയ്തിട്ട് ഇതിൽ തന്നെ നമുക്ക് പാസ്വേഡിനെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പിക്ചറിനെ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് അതിൽ പാസ്വേഡിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇടത്തെ ഭാഗത്ത് ഈ പിക്ചറിനെ നിങ്ങൾ യൂസ് ചെയ്യുന്നുവോ അല്ലെങ്കിൽ വേറെ ഒരു പിക്ചറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്. യൂസ് ദിസ് പിക്ചർ എന്നുള്ളതിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഈ പിക്ചറിൽ തന്നെ പാസ്വേഡിനെ സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ 3 ആക്ഷൻ ചെയ്യണം. ഈ 3 ആക്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു ലൈനിനെ ഡ്രോ ചെയ്യുക. മുകളിൽ ഈ 2 ലൊക്കേഷന് കണക്ട് ചെയ്യുന്ന പോലെ ഒരു ലൈനിനെ ഡ്രോ ചെയ്യുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇവിടെ ഒരു സർക്കിളിനെ വരയ്ക്കുക. ഈ ബീച്ചിൻ്റെ വാട്ടർ ഏരിയയിൽ ഒരു ലൈനിനെ ഡ്രോ ചെയ്യുന്നുണ്ട്. നമ്മൾ 3 ആക്ഷനും ചെയ്തു കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഈ 3 ആക്ഷനെ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺഫേം പാസ്വേഡിനെ ടൈപ്പ് ചെയ്യും. അതേപോലെ പിക്ചർ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്ത അതേ ആക്ഷന് ഒരിക്കൽ കൂടി ചെയ്യണം. ഇവിടെ ഒരു ലൈനിനെ ഡ്രോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒരു 90% ചെയ്താൽ തന്നെ അത് കറക്റ്റായിട്ട് സെറ്റാവും.
അവിടെ ഒരു സർക്കിള് താഴെ ഒരു ലൈനിനെ വരച്ച് കഴിഞ്ഞു. ഇവിടെ ഫിനിഷിനെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പിക്ചർ പാസ്വേഡ് സെറ്റായി കഴിഞ്ഞു. ഇവിടെ തന്നെ നിങ്ങൾക്ക് ബയോമെട്രിക്കിനെ കോൺഫിഗർ ചെയ്യാൻ ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ ബയോമെട്രിക് ഡിവൈസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ബയോമെട്രിക്കിനെ ഈ കമ്പ്യൂട്ടറിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ബയോമെട്രിക്കിനെ കോൺഫിഗർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് തമ്പ് റീഡർ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഫിംഗർ പ്രിൻറ്റ് റീഡർ ഉണ്ടാവണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഫിംഗർ പ്രിൻറ്റ് റീഡർ വിൻഡോസിൻ്റെ ബയോമെട്രിക് ഫ്രെയിം വർക്കിന് സപ്പോർട്ട് ചെയ്യണം. ഈ വിൻഡോസ് ബയോമെട്രിക് ഫ്രെയിം വർക്കിന് സപ്പോർട്ട് ചെയ്യുന്ന ഫിംഗർ പ്രിൻറ്റ് റീഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഫിംഗർ പ്രിൻറ്റിങ്ങിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇല്ലുമിനേറ്റഡ് 3D ഇൻഫ്രാറെഡ് ക്യാമറ ഉണ്ടാവണം. എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാമറ ഇല്ലുമിനേറ്റഡ് ക്യാമറ ആയിരിക്കണം. 3Dനെ സപ്പോർട്ട് ചെയ്യണം. അതിൽ ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ടാവണം. നിങ്ങൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന വെബ് ക്യാമിന് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ 3D ക്യാമറ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ ഫേസിനെ റീഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറുടെ അകത്ത് ലോഗിൻ ആവാൻ നിങ്ങളെ അലോ ചെയ്യും. ഈ ഫേസ് റീഡിങ്ങിൽ നിങ്ങൾക്ക് 3D 2D എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഒരു ഫോട്ടോവിനെ നോക്കിയാൽ അത് 2D ആണ്. അതിൽ ഹൈറ്റ് വിഡ്ത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോർമൽ വെബ് ക്യാമൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പകരം നിങ്ങളുടെ ഫോട്ടോവിനെ ക്യാമറേൻ്റെ മുമ്പ് കാണിച്ചാൽ തന്നെ കമ്പ്യൂട്ടറുടെ അകത്ത് ലോഗിൻ ആവാൻ പറ്റും. അതുകൊണ്ട് വിൻഡോസ് 10 നോർമൽ വെബ് ക്യാമിന് അലോ ചെയ്യില്ല. ഈ 3D എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസിനെ നേരിട്ട് നോക്കുമ്പോൾ അതിൽ ഹൈറ്റ് വിഡ്ത്ത് മാത്രമില്ല, ഡെപ്ത്ത് ഉണ്ട്. ഈ ഇല്ലുമിനേറ്റഡ് ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡെപ്തിനെ കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫേഷ്യൽ റെക്കഗ്നീഷൻ കോൺഫിഗർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്നതും കമ്പ്യൂട്ടറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആവണം എന്നുണ്ടെങ്കിൽ ഈ സ്പെഷ്യൽ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ്റൽ കമ്പനി തന്നെ റിയൽ സെൻസ് ക്യാമറ എന്നുള്ള ക്യാമറയെ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ക്യാമറയെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബയോമെട്രിക്കിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ലാഗൗട്ടായിട്ട് പിൻ നമ്പർ പിക്ചർ പാസ്വേഡിനെ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറുടെ അകത്ത് എങ്ങനെയാണ് ലോഗിൻ ആവുക എന്നുള്ള കാര്യം നോക്കാം. ഇതിനെ ക്ലോസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ലോഗൗട്ട് ആവുന്നുണ്ട്. ഇതുപോലെ ലോഗിൻ ആവാൻ നിങ്ങൾ 2-3 ഓപ്ഷനെ കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കാണിക്കും. നമ്മൾ ആദ്യം തന്നെ പിക്ചർ പാസ്വേഡിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പിക്ചർ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ആവുക. ഇവിടെ ഒരു ലൈൻ വരയ്ക്കണം. താഴെ ഒരു സർക്കിൾ ഇവിടെ വരയ്ക്കണം. ബീച്ച് താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞതും നമുക്ക് കമ്പ്യൂട്ടറുടെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആവും. താഴെ ലൈന് കറക്റ്റായിട്ട് വരച്ചിട്ടില്ല. ഇപ്പോൾ കമ്പ്യൂട്ടറുടെ അകത്ത് പിക്ചർ പാസ്വേഡിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. ഈ പിക്ചർ പാസ്വേഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ 100% കറക്റ്റായിട്ട് വരയ്ക്കണം എന്നില്ല. ഒരു 90% കറക്റ്റായിട്ട് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ആവാൻ പറ്റും. നമുക്കിനി പിൻ നമ്പറിനെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ലോഗിൻ ആവുക എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ സൈൻ ഔട്ടിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് സൈൻ ഇൻ ഓപ്ഷൻ എന്നുണ്ട്. ഈ സൈൻ ഇൻ ഓപ്ഷനെ സെലക്ട് ചെയ്താൽ നമുക്ക് താഴെ പിക്ചർ പാസ്വേഡിനെ യൂസ് ചെയ്യുന്നുണ്ടോ, പിൻ നമ്പറിനെ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പാസ്വേഡിനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ആവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പിൻ നമ്പറിനെ സെലക്ട് ചെയ്തിട്ട് പിൻ നമ്പറിനെ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ആവാം. നിങ്ങൾ പാസ്വേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട് എൻട്രി കീനെ പ്രസ് ചെയ്യണം. പക്ഷേ പിൻ നമ്പറിൽ ആ 4 പിൻ നമ്പർ ടൈപ്പ് ചെയ്തതും ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആവും. നിങ്ങൾ എൻട്രി കീ ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ക്ലാസ്സിൽ ലോഗിൻ ഓപ്ഷനിൽ എന്തൊക്കെയാണുള്ളത്, അതൊക്കെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കി. താങ്ക് യു.